കരവിരുതുകൊണ്ട് ചിരട്ടയിൽ നയനമനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഇലഞ്ഞി മുണ്ടോക്കണ്ടം ഗ്ലാസ് ഹൗസ് ഉടമ ബിജു ദിവാകരന്റെ വർക്ക്ഷോപ്പും ഗ്യാലറിയും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സന്ദർശിച്ചു. ഇതുപോലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ലോകവിപണിയിൽ ഇതിനുള്ള വലിയ സാധ്യതകളെക്കുറിച്ചും കലയോടൊപ്പം ജീവിതമാർഗം കൂടിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം എസ് രാമനുണ്ണി, ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ സനൽ, രാമപ്രസാദ് ചെറുവള്ളിമന, സിജോ സെബാസ്റ്റ്യൻ, കർഷക കൂട്ടായ്മയായ ഹരിതം ഇലഞ്ഞിയുടെ ഭാരവാഹികളായ ഹരിദാസ് ഡി, ഷൈബി തോമസ്, സജീവ് സി, അജീം മലയിൽ, രാജേഷ് കെ മരങ്ങാട്ട്, അജിത് കല്ലിങ്കൽ, ബൈജു എം കെ, സനിൽകുമാർ ഡി, അജിമോൻ കെ, ഗോപിനാഥ് കൊല്ലംകൊമ്പിൽ, പ്രസാദ് കോലടി എന്നിവർ ബിജുവിനെ സന്ദർശിച്ച് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു. ഇലഞ്ഞി എന്ന ഗ്രാമത്തിൽ സ്വന്തം കരയിലെ മികച്ച ശില്പ രൂപങ്ങളിലൂടെ പ്രകടിപ്പിച്ച തൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ ഭാവനയിലൂടെ കരസ്പർശത്തിലൂടെ ചിരട്ടകളിൽ വിസ്മയം തീർക്കുകയാണ് അദ്ദേഹം. ഏത് രൂപവും അദ്ദേഹം ചിരട്ടയിൽ തീർക്കും. ഇത് തുടലാവട്ടെ, മാലയാവട്ടെ, നിലവിളക്കായിക്കോട്ടെ, പവർ ബേസ് ആയിക്കോട്ടെ, എന്തും അദ്ദേഹത്തിൻ്റെ കൈക്കണാണ്. എന്ത് വേണം എന്ന് അദ്ദേഹത്തോട് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം അദ്ദേഹം ചിരട്ടയിൽ ഉണ്ടാക്കി വളരെ അതിമനോഹരമായ ഒരു സർഗ സൃഷ്ടിയാക്കി അതിനെ മാറ്റും. അദ്ദേഹത്തിൻ്റെ ആ കരവിരുത് എത്രയോ പ്രശംസനീയമാണ്. ആരാരും അറിയപ്പെടാതെ ഈ ഇലഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ഇത്ര വലിയ മഹാകാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ആ ഒരു കലാകാരനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ചിരട്ടയിൽ തീർത്തിരിക്കുന്ന വളരെ വിസ്മയകരങ്ങളായി വാസ്തവത്തിൽ ഏവരെയും കൊതിപ്പിക്കുന്നതാണ്. കാരണം ചിരട്ടയ്ക്ക് ഇത്രമാത്രം രൂപഭാവങ്ങൾ കൈവരിക്കാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. മനസ്സിൽ നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം എന്ന് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപഭാവങ്ങളോടെ അത് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ചലിക്കും. അതൊരു നല്ല സൃഷ്ടിയായി മാറും. ഏതായിരുന്നാലും ഒരു പുതിയ അനുഭവമാണ്, ഒരു അനുഭൂതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗാലറി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും അദ്ദേഹം പ്രോത്സാഹനം അറിയിക്കുന്നുണ്ട്. ഇതിനെ സ്നേഹിക്കുന്ന ഇത്തരം കലകളെ ആത്മാനുഭൂതിയുടെ ആവിഷ്കാരങ്ങളായി തീരുന്ന ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അത് ഇവിടുത്തെ സഹൃദയരായ ജനസമൂഹം ഏറ്റെടുക്കാൻ ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹം പറഞ്ഞ അഭിനന്ദനത്തിന്റെ കുറ്റം